ഹായ് ടു എവരിവൺ. അപ്പോൾ ഇത് പുഴുങ്ങിയതിൻ്റെ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒന്ന് എടുത്തതിൻ്റെ ശേഷം ഇതേപോലെ ഉരുട്ടണം കേട്ടോ. ഇത് ഉരുട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കൈക്ക് കുറച്ച് വേദനയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഉരുട്ടണം, ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ഉരുണ്ട് കിട്ടണം കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. കറക്റ്റായിട്ട് ഗ്രീൻ ടീയുടെ ആ ഒരു പാകം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായി ഉരുട്ടണം. ഒരു മാക്സിമം ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സെങ്കിലും ഉരുട്ടണം. ഇതേപോലെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടണം. എന്നിട്ട് ഇതേപോലെ വെയിലത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുട്ടിയതൊക്കെ ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കി നന്നായി ഉണക്കുന്നുണ്ട്. ഉണക്കി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെയായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഇട്ട് വെയിലത്ത് ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള. ഇപ്പോൾ ഞാൻ ഉരുട്ടി കഴിഞ്ഞിട്ട് ഇടാവുന്നത്. പിന്നെ വെയിലത്തിട്ട് ഉണക്കി കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങിയ ഇതിങ്ങനെയായിരിക്കും കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് ഇതേപോലെ ആയിരിക്കും. ഇത് വന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ, ഇങ്ങനെ നമ്മളിട്ട് ഉണക്കിയതിൽ ഫസ്റ്റ് ഡേ ആണ്. ഇത് കണ്ടില്ലേ എന്ത് രസമാണ്, ഇങ്ങനെ ഉരുട്ടിയതൊക്കെ കറക്റ്റ് അറിയാം. പക്ഷേ ഈ ഉരുണ്ട് നിൽക്കുന്നതിൽ ചിലപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ഒരു 2 ദിവസം കൂടി വെയിലത്ത് വെക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത് ഡേ സെക്കൻഡ് ആണ് കേട്ടോ. ഇപ്പോൾ ഡേ സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ബെറ്റർ ആയിട്ടാണ് ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോഴത്തേന് നല്ല കറുത്ത നിറത്തിലായിട്ടാണ് വരിക, കറുത്ത കളറിലായിട്ടാണ് വരിക. അപ്പോഴാണ് ശരിക്കും ഗ്രേറ്റ് ആയി എന്നർത്ഥം. ഇത് കണ്ടോ, ഇത് തേർഡ് ഡേ ആണ്. നന്നായി വെയിലത്ത് വെച്ച് ഉണക്കി. ഇതാണ് കേട്ടോ ശരിക്കും ഗ്രേറ്റ്. സബ്സ്ക്രൈബ്.